നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കമല, എന്താടാ, എന്തുണ്ടേ? ഒന്നും പറയണ്ട എന്റെ ആശാനെ, കഷ്ടകാലെന്ന് പറഞ്ഞാ പോരെ. വിജില ഒന്ന് കുളിമുറി വീണു, എന്നിട്ട് തലയൊന്ന് ഇടിച്ചു. കാലിന്റെ മുട്ടിന്റെ താഴേക്ക് ഒരു ഒടിവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. എന്തൊരു കഷ്ട, ഇത് കുഴപ്പമാണല്ലോ. അതേന്ന്, നല്ല വേദനയുണ്ട്. കൊണ്ടുവരുന്നവരെ നിർത്താതെയുള്ള കരച്ചിലായിരുന്നു. ഇപ്പൊ അവരെന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്ത് വേദനയ്ക്കൊരല്പം കുറവുണ്ടെന്ന് തോന്നുന്നു. എടാ എടാ, നീ ടെൻഷൻ ആവണ്ട. ഇതിപ്പോ കുഴപ്പമൊന്നും വരാതെ ഈ രീതിക്കായില്ലേ, അത് ഭാഗ്യമായിട്ട് കരുതാ കേട്ടാ. ആശാൻ അറിയില്ല അവളുടെ കാര്യം. ചെറിയൊരു പനി വന്നാൽ പോലും എന്നെ അവൾ ഒരിടത്തും ഇരുത്തില്ല. ഇപ്പോ 2-3 വട്ടം തിരക്കിന്ന് പറഞ്ഞു. സംഭവം നടക്കുമ്പോ ഞാൻ അവിടെ ഇല്ല. പിന്നെ നമ്മുടെ കുട്ടന്റെ വണ്ടി പിടിച്ചിങ്ങ് പോന്നു. അല്ല ആശാനെ, എന്തായി വീട്ടിലെ കാര്യം? അതോർത്തിട്ടൊരു സമാധാനമില്ലടാ. അമ്മയുടെ ഓരോ തീരുമാനങ്ങള് എന്റെ മനസ്സിലാക്കാൻ അവിടെ ആരുമില്ലെന്ന് ആലോചിക്കുമ്പോ അതിലേറെ സങ്കടമാ. അങ്ങനെയൊന്നും പറയില്ല എന്റെ ആശാനെ. ആശാൻ ഒരിക്കലെങ്കിലും ആശാന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ കല്യാണം നടത്തിയിരിക്കാൻ വേണ്ടി ഏട്ടത്തേമ ഓടിയതിന്റെ ഒരു അംശം പോലും ആശാൻ ഓടിയിട്ടുമില്ല. ഇല്ല, പാവം ഇപ്പൊ എവിടെയെങ്കിലും കരഞ്ഞു തളർന്നിരിക്കുന്നുണ്ടാവും. ആക്സിഡന്റ് കേസ് എന്നാ തോന്നുന്നേ. അതിങ്ങനെ വന്നോണ്ടിരിക്കും. വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ചേ മറ്റു വികസനങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. എന്താ ശനെ? ഏയ്, നെഞ്ചിലെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. അതായ ആക്സിഡന്റ് കേസ് കണ്ടതുകൊണ്ടായിരിക്കും. അല്ല, സ്വന്തത്തിൽപ്പെട്ടാർക്കോ വന്ന പോലെ, കൈക്കും കാലിനൊക്കെ ഒരു തളർച്ച പോലെ. അത് ആശാനെ വെറുതെ തോന്നുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ആശാനെ സംബന്ധിച്ച് വല്ലാത്തൊരു ദിവസം തന്നെയാണ്. എല്ലാ മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകും. അതൊന്നും എന്നെ ബാധിക്കുന്നില്ലടാ. ആ കാർത്തിക് അവിടെ പിടിച്ചു നിൽക്കാൻ ഈ ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ. മനസ്സുകൾ തമ്മിൽ പൊരുത്തില്ലെങ്കിൽ പിന്നെ എന്തും താലികെട്ട്. അമ്മയെ ബോധ്യപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനായിട്ട് ഓരോ വേഷം കെട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.